സംഗീത വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ടോപ്പ് സിംഗർ വേദിയിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം MG അങ്കിൾ, ബിന്നി ആന്റി ആൻഡ് റിമി ചേച്ചി. പാട്ടിന്റെ വാത്സല്യ വിരുന്നിലേക്ക് പാലക്കാട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം ഗൗതമി എത്തുകയാണ്. വെൽക്കം ഗൗതമി ഓൺ സ്റ്റേജ്. മക്കളെ ചക്കരെ വെള്ളക്കുട്ടി മാലാകക്കുട്ടി മാലാകക്കുട്ടിക്ക് വെള്ളയുടുപ്പും നീല ഷൂസും രസമുണ്ട് കേട്ടോ. പക്ഷെ വാച്ചും അതിന് ചേർന്ന നീല വാച്ച് എന്താ റൈറ്റ് ഹാൻഡിൽ കിടക്കുന്നത്? പക്ഷെ ഒരു ചേർച്ചയുണ്ട്, സ്ക്രഞ്ചീസ് ഒക്കെ ഇപ്പൊ ഭയങ്കര ഫാഷൻ ആയിട്ട് ഇങ്ങനെ കയ്യിലിടൂല്ലേ വളയ്ക്ക് പകരമായിട്ട്. ഓരോരോ ഉടുപ്പിന് ഓരോരോ കളർ മേടിച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തലയിലും ഇടാം കയ്യിലും ഇടാം അല്ലേ? മക്കളെ ഏത് പാട്ടാ പാടുന്നേ? കൊട്ടും ഞാൻ കേട്ടില്ല. ആ ശരി. തച്ചോളി ഉദയനൻ സിനിമ 1964. എഴുതിയത് പി ഭാസ്കരൻ മാഷ്, മ്യൂസിക് MS ബാബുരാജ് മാഷ്, പാടിയത് പി ലീലാമ്മ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, കൊന്ന തൈയിനാരു കൊടുത്തു പൊന്നു കൊണ്ടൊരു മണിമാല, സഖി പൊന്നു കൊണ്ടൊരു മണിമാല. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, പച്ചമുരിക്കിൻ നെറ്റിയിലൊക്കെ പാറിയല്ലോ സിന്ദൂരം, സഖി പാറിയല്ലോ സിന്ദൂരം. കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, വള്ളിക്കാട്ടിൽ കയറിക്കൂടി പുള്ളിക്കുയിലും പൂങ്കുയിലും, സഖി പുള്ളിക്കുയിലും പൂങ്കുയിലും. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല. മോളെ ആ. നന്നായിരുന്നു കേട്ടോ. ആ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനം പാടാനോ ആ സ്റ്റാൻസ ഇല്ലേ, ആ. അത് നല്ല മനോഹരമായിരുന്നു. നല്ല ശബ്ദമാണ്, താങ്ക് നല്ല യു. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്, നല്ല ക്ലിയർ ആൻഡ് പ്യുവർ വോയിസ് ആണ് മോടെ. പാടുന്ന വൃത്തിയായിട്ട് കേൾക്കും. പക്ഷേ മോടെ അടുത്ത് എനിക്ക് ഒരൊറ്റ അഡ്വൈസേ ഉള്ളൂ. ആദ്യം പാട്ട് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയിരുന്ന് എല്ലാം പഠിച്ച് ക്ലിയറായിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് വന്ന് കറക്ഷൻ വന്നാൽ നടക്കത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞുതരാം. മോളൊന്ന് പഠിച്ചു വയ്ക്കും, പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ് പറഞ്ഞു തരുമ്പോൾ മോക്കത് പഠിച്ചതേ വരത്തുള്ളൂ, അത് മാറ്റാൻ പറ്റില്ല. ഇപ്പം കൊട്ടും ഞാൻ കേട്ടില്ല തുടക്കം തന്നെ അതിൻ്റെ നോട്ട്സ് വ്യത്യാസമാണ്. മോളിത് പഠിച്ചു കാണും, ഗ്രൂമേഴ്സ് പറഞ്ഞു കാണും അതങ്ങനല്ല മോളെ ഇങ്ങനെയാണെന്ന്. മോക്കൊട്ടും മാറ്റാനും പറ്റില്ല, കാരണം പഠിച്ചും പോയി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം കൊട്ടും ഞാൻ താരേരാ അതാണ് വരേണ്ടത് കറക്റ്റ്. ആ
തരനാനി താനീന ഗമപമഗരി ഗമപമഗരി പഠിക്കേ ഗമപമഗരി 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 ഗ ഗമ ഗ ഗ ഗ ഗ ഗ ഗമപമഗ 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 ഗമപമഗരി ഗമപമഗരി കേട്ടില്ല. കേട്ടില്ല. ആ അത് അവിടെ നിന്നും പോയി പോട്ടെ. മോളെ കൊട്ടും ഞാൻ കേട്ടില്ല ഗമപമഗരി എന്നാണ് ലാസ്റ്റ് പോർഷൻ ഞാൻ പറഞ്ഞത്. ആ പഠിക്ക്. കൊട്ടും ഞാൻ കേട്ടില്ല. ഗമപമഗരി കൊട്ടും ഞാൻ കേട്ടില്ല. ട്ടില്ല. നമപമഗരി കേട്ടില്ല. അല്ല മോളെ, അത് മോള് പഠിച്ചു പോയി. ആദ്യം പഠിക്കുമ്പോഴേ അങ്ങനെയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഗ്രൂമേഴ്സിനെ വിളിച്ച് ചോദിക്കണം, ഇങ്ങനെയാണോ സാർ? അല്ലെങ്കിൽ മോളുടെ മാസ്റ്റർ ഉണ്ടെങ്കിൽ മാസ്റ്റർ അടുത്ത് ചോദിക്കണം. അല്ല സ്വയം പഠിച്ചു വന്നിട്ട് പിന്നെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഒരുപാട് സ്ഥലത്തുണ്ട് മോളെ. ആ തട്ടാനും വന്നില്ല തങ്കമുരുക്കിയില്ല, അവിടെ ഇത് തന്നെയല്ലേ. ഒന്ന് പാടിക്കേ. തങ്കമൊരുക്കിയില്ല. ഇല്ല ഇല്ല. ദാനിതപ്പാ. ആ പോട്ടെ, ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതുപോലെ ഈ പാട്ടിൻ്റെ ഉടനീളം മോൾക്ക് ഈ രാഗത്തിൻ്റെ ആ റൂട്ട് മോൾക്ക് മനസ്സിലായിട്ടില്ല. മോൾ എന്തോ പഠിച്ചു, അത് വെച്ച് അങ്ങ് പാടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ട് എടുക്കുമ്പോൾ ഈ മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ലല്ലോ, ഇല്ലേ? ഉണ്ടായില്ല. ആ മിടുക്കി. മോൾക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് മോൾ ഈ കീർത്തനം പാടാനോ നന്നായിട്ട് പാടി, അസലായിട്ട് പാടിയായിരുന്നു. അത് മോൾ എങ്ങനെ ഒന്ന് വൃത്തിയായിട്ട് കേട്ട് പഠിച്ചു. അപ്പൊ ഈ പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1964 അല്ലേ? 64 പാട്ടാണ്. അന്ന് തൊട്ട് ആൾക്കാർ കേൾക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇത് ലീലാമ്മയുടെ ഒരു ഫേമസ് സോങ് ആണ്. അപ്പം ലീലാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കലില് വെൽവേഴ്സ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് അവർ കൃത്യമായിട്ട് പാടിയിരിക്കുന്നതാണ്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നാനി താനീന താനില്ല താരിരിരാര താരിരിരാര താരിരിരാരിരിരാര തരി താരിരാരി തിരിരാര തരിനാര് തീരാര. അതാണ് കമ്പോസ്. അപ്പൊ അതിൽ കൂടെ തന്നെ യാത്ര ചെയ്യുക. അടുത്ത പ്രാവശ്യം മിടുക്കിയായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗൗതമി, ഞാനൊക്കെ ചെറുപ്പകാലം ഇരുന്നപ്പോ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തൊട്ടേ ഈ ഇങ്ങനത്തെ പാട്ടുകൾ ഒരുപാട് തിരുവാതിരക്ക് എടുക്കും. തിരുവാതിര ഇതിലും സീനും തിരുവാതിരയാണോ? ഒരു ബോൾ പിടിച്ച് കളിക്കണതാ. ആ ഇങ്ങനെ പന്തടിച്ച് അതുള്ളതാ. ഇതേപോലെ സുന്ദരി മാർമണി ബാലേ, ഇത് തിരുവാതിര പാട്ടായത്. അപ്പൊ ഇതേപോലെ ഇരിക്കും. ഇങ്ങനത്തെ കുറെ പാട്ടുകൾ ട്രഡീഷണൽ ഇങ്ങനത്തെ പാട്ടുകളുണ്ട്. അപ്പം മോൾ ഇവിടെ ഇരുന്ന് പാടിയപ്പോ ഞാനിങ്ങനെ കൊട്ടും, ഇതാണ് തിരുവാതിരയുടെ സ്റ്റെപ്പ്. കണ്ടിട്ടില്ലേ? അതങ്ങനെ കളിക്കാൻ തോന്നി. രണ്ട് സ്റ്റെപ്പ് പറഞ്ഞ ഇത് ഞാൻ കൊച്ചിലെ എല്ലാരും കളിക്കണം. അതൊക്കെ നമ്മുടെ ഈ വീടുകളിൽ എന്തെങ്കിലും ഇതുപോലെ തിരുവാതിര ഒരുപാട് ഫംഗ്ഷൻ, ഓണം, എല്ലാത്തിനും എല്ലാവരും. അല്ല, ഞാൻ കണ്ടോണ്ടിരിക്കും. കാരണം എല്ലാരും കളിക്കും. ചുമ്മാ ആണേലും ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എടുത്തങ്ങ് ഇനിയിപ്പോ ഇതുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് എടുത്ത് കളിച്ചാൽ മതി. നല്ല രസമാണ് തിരുവാതിര കേട്ടോ. ഒരു ഗ്രൂപ്പ്, നമുക്കൊരു എൻജോയ്മെന്റ് ആണ് അത്. എല്ലാവരും നമ്മുടെ ഒരു കുടുംബത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാരും കളിക്കാന്നുള്ളത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തോന്നി എനിക്ക്. ഒരു നിമിഷത്തേക്ക് കുഞ്ഞു കാലഘട്ടം, ഒരു കുഞ്ഞു പിന്നിയൊക്കെ ഓർമ്മ വന്നു എന്ന് പറയുന്നു. മോളെ, എനിക്കും ആ ചരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല സൂപ്പറായിട്ട് പാടി മക്കളെ. കീർത്തനം പാടാനോ കിന്നേരം പറയാനോ ഒരു നല്ല സംഗതിയൊക്കെ അതൊക്കെ ക്ലീൻ ആയിട്ട് എടുത്തു മോളെ കേട്ടോ. എനിക്ക് മോളുടെ പാട്ടും മോളുടെ വോയിസും മോളുടെ പ്രസന്റേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ ഭാവവും കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാ മതി. ഒരു പക്ഷെ ഇങ്ങനത്തെ ഇത് എന്തില്ലെങ്കിൽ ഇവിടെ ഗ്രൂമേഴ്സിന് വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് പഠിച്ചാലും മതി. എം ജി ചേട്ടൻ പറഞ്ഞ പോലെ പഠിച്ചു വെച്ചൊന്ന് ഫിക്സ് ചെയ്ത പിന്നെ അത് തിരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാറ്റാൻ. അതായത് മോളെ ഒന്നും പറയണം, ഫ്രഷ് ആയിട്ട് ബിൽഡിംഗ് കെട്ടാൻ എളുപ്പമാണ്. കെട്ടിയ ബിൽഡിങ്ങിനെ ഇടിച്ച് റീ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
എനിക്ക് ഒരുപാട് അനുഭവമുള്ള ഒരുപാട്. മക്കളെ അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ലതിന് പകരം ഇടയ്ക്ക് എവിടെയോ കുടലും ഞാൻ കേട്ടില്ല എന്ന് പാടിയോ? എവിടേക്കോ കുടല് കേറി വന്നോ? ഇല്ലല്ലേ? എനിക്കത് തോന്നി കേട്ടോ. ഞാൻ പാടിയിട്ടില്ല. അത് ഴാ പറയുമ്പോ നമുക്ക് ഈ ഴായും കുഴലും ഴായും ഡായും കൂടെ ഇങ്ങനെ മിക്സ് ആയി പോയിന്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല രസമായിട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആ ഫീൽ ഇവിടെ, ആ വൈബ് ഇവിടെ കിട്ടി. എന്നാൽ ഇത്ര സന്തോഷത്തോടെ പണാനുള്ള മോളുടെ മനസ്സിലെ സന്തോഷം എന്തായിരുന്നു ഇന്ന്? പറ. എന്തോ ഇന്നലെ നടന്ന എന്തോ ഒരു കാര്യം മോൾക്ക് ഇങ്ങനെ ചിലപ്പോ അങ്ങനെ വരുമല്ലോ, ചില ദിവസങ്ങളിൽ നമുക്ക് എക്സ്ട്രാ ഹാപ്പിനെസ് കിട്ടുമല്ലോ. ചിലപ്പോ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം, ഇന്നലെ നടന്ന കാര്യമായിരിക്കും, ചിലപ്പോ ഇന്ന് രാവിലെ കിട്ടിയ ഒരു കാര്യമായിരിക്കും. പ്രസന്റ് സിറ്റുവേഷൻ എന്താ? പറ ഷെയർ. ഇന്നലെ എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കി. എനിക്കറിയില്ല. ദിവ്യദൃഷ്ടിയുണ്ട്. അച്ഛൻ ദുബായിൽ പോയിണ്ടായിരുന്നു, എന്നിട്ട് വീട്ടിക്ക് വന്നു. അപ്പളാ ഇവിടേക്ക് വന്ന് കണ്ടോ റിമിക്കൊരു കണ്ടതാ ബ്ലെസ്സിങ്സ് മേടിക്കുന്നതിന്റെ നമ്പറിൽ നിന്ന് ഒരു നമ്പർ പറയാൻ വന്ന. ഇപ്പൊ ഉദാഹരണം, സാറ് 1 തൊട്ട് 10 വരെയുള്ള നമ്പറിൽ നിന്ന് ഒരു നമ്പർ മനസ്സിലാലോചിച്ചോ? ചെയ്തു. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെ എഴുതിയോ? 6 അല്ലെങ്കിൽ 7 ആണോ? അല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറയണം. 6 അല്ലെങ്കിൽ 7. 7 കറക്റ്റ്. മോശമല്ലേ? ഇല്ലെങ്കിൽ എഴുതിയത് 6 കയ്യടി കൊടുക്കണ്ടേ? കയ്യടി. അല്ല, അങ്ങനെ ഒരു ചെറിയൊരു എപ്പോഴും ശരിയാണോന്നില്ല. സൂക്ഷിക്കണം കേട്ടോ. എന്റെ അടുത്തായിരിക്കുന്നത് റിമി ശരിക്കും എങ്ങനെയുണ്ട്? അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. ഞാൻ ആരെയാ അപ്പൊ ഈ പഠിപ്പിച്ചോണ്ടിരിക്കണ? ഒരു വലിയ ആളെയാണ്. എനിക്കറിയില്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ മിന്നായം പോലെ പെട്ടെന്ന് ആ നമ്പർ അങ്ങനെ വരും. മെന്റലിസം ആണോ? മെന്റലുണ്ട് ശകലായിട്ട്. മോളെ ഒരു കാര്യം കൂടെ, ഇപ്പൊ മോള് തന്നെ പഠിച്ചെന്നാണല്ലോ പറഞ്ഞത് അല്ല ഈ പാട്ട്? ഇനി കുറച്ച് നമ്മളെ പഠിപ്പിക്കുന്ന സാറുമാരുടെ അടുത്ത് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് മിസ്റ്റേക്സ് ഒക്കെ ഒന്നും കൂടെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കി പഠിച്ചോ കേട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വന്ന സന്തോഷത്തിൽ സമയം കിട്ടിയില്ല. അതല്ല, അതിനു മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാട്ട്. അതിനു മുമ്പേ ചെയ്തു, അതാ പറഞ്ഞു. അതെ, ഓക്കെ. പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് വേണം സാറുമാരുടെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ. So today we are giving you 90 out of 100. അച്ഛന്റെ പേരെന്താണ്? പ്രശാന്ത്. ആദ്യ ഒരു പ്രശാന്ത് പൂക്കുറ്റി. നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന് വേദിക കുട്ടി എത്താണ്. വെൽക്കം വേദിക ഓൺ സ്റ്റേജ്. മുട്ടായി കുട്ടി പറന്നു വരണേ, എന്ത് രസം. എനിക്ക് വയ്യ. അപ്പൊ എന്തോ ചെയ്യാൻ പോണേ? പാട്ട് പാടാമെന്നാണോ? പിന്നെ മീനുട്ടി പറഞ്ഞു ഡാൻസ് ചെയ്യാനാണെന്ന്. ഞാൻ ഓർത്ത് അങ്ങനെയാ. നീ ഉടുപ്പ് കണ്ടോ? ഡാൻസ് ഇല്ലേ കൂടെ? അങ്ങനെയല്ലേ പറഞ്ഞ, നമ്മളിവിടെ നന്നായിട്ട് വർത്താനം പറയുന്നല്ലേ പറഞ്ഞേ. ഡാൻസ് ഉണ്ട്. മക്കളെ എന്തുണ്ട് വിശേഷം പറഞ്ഞാൽ വർത്താനാണ് പറയുന്നത്. ഞങ്ങൾ മിണ്ടുന്നില്ല. മോള് പറ. നിങ്ങളെ പേര് പറയട്ടെ. എന്റെ പേര് മിന്നി ആന്റി, എൻജി അങ്കിൾ, റിമ്മി ആന്റി. ശരി, ഇനി എവിടെയാ? നാടെവിടെയാ? കണ്ണൂർ മാതങ്കലം. പിന്നെ ആന്റിയുടെ നാടെവിടെയാ? അറിയില്ല. അതാ ചെന്നൈ. മോളെ മദ്രാസ്. മദ്രാസ് എന്ന് പറഞ്ഞേ കുഞ്ഞ്. മദ്രാസ്. മദ്രാസ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ചോദിക്കും കേട്ടോ. എം ജി അങ്കിളിന്റെ നാടെവിടാ? പറ. ഹരിപ്പാട്. ഹരിപ്പാണോ? ഹരിപ്പാണോ? എനിക്ക് വേണ്ട. അമ്പലപ്പുഴ. പറഞ്ഞേ. അമ്പലപ്പുഴ. റിമിയുടെ നാട് എവിടാന്നറിയോ? പാലിങ്ങനെ പാല് കുടിക്കുന്ന പാൽ ഓർത്താ മതിയേ. മിൽക്ക് പാല. ഇപ്പൊ ഇനി ഓർമ്മയുണ്ടോ നോക്കട്ടെ, നമുക്കൊരു മെമ്മറി ടെസ്റ്റ് നടത്താം. പിന്നെ എന്റെ എവിടുന്നാ വരണേ? മണ്ടർസ്. മറന്നുപോയി. അമ്പലപ്പുഴ. എന്റെ അതോ മോളു ചക്കരക്കുട്ടി ഏത് പാട്ടാ പാടുന്നത്? കൊന്നപ്പൂവേ. 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 മോക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടല്ലേ? അറിയോ ആരാണ് സംഗീതം, ആരാണ് എഴുതിയത്? പാട്ട് പാടിയത്
ജാനകി അമ്മ. തുടങ്ങി. ഓണായി ഓണായി ഓണായി. ആ എഴുതിയത് പി ഭാസ്കരൻ മാഷ്, കെ രാഘവൻ മാഷ്. ഒക്കെ അറിയാം. വെരി ഗുഡ് വെരി ഗുഡ്. ഈ പ്രായത്തിൽ ഇത്രയൊക്കെ അറിഞ്ഞൂടെ? വെരി ഗുഡ്. അപ്പൊ കൊന്നപ്പൂവേ, കൊങ്ങണിപ്പൂവേ, ഇന്ന് എന്നെ കണ്ടാൽ എന്ത് തോന്നും? കിങ്ങിണി പൂവേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് കിങ്ങിണി പൂവേ. കൊന്ന പൂവേ, കൊന്ന പൂവേ, കൊങ്ങിണി പൂവേ, ഇന്നെന്നെ കണ്ടാൽ എന്ത് തോന്നും? കിങ്ങിണി പൂവേ. കൊന്ന പൂവേ, കൊങ്ങിണി പൂവേ, ഇന്നെന്നെ കണ്ടാൽ എന്ത് തോന്നും? കിങ്ങിണി പൂവേ. വേദിക കുട്ടി, എന്തോ മോളെ വീട്ടിലെന്താ വിളിക്കുന്നേ? പൊന്നു. ഓ, സത്യം ഒരു പൊന്നാണ് കേട്ടാ. ലിറ്റിൽ ഏഞ്ചൽ അല്ലേ? പക്ഷെ ലിറ്റിൽ ഏഞ്ചലായിട്ട് തോന്നുന്നില്ല മോളെ. മോക്ക് വേണമെങ്കിൽ ഇവിടെ കോമ്പറ്റീഷന് ചേരാം. കാരണം ഈ പ്രായത്തിൽ 1963 ഒരു പാട്ടെടുത്ത് മോള് ഇവിടെ പാടിയിരിക്കുന്നത് ഏതാണ്ട് ആ റെക്കോർഡ് പോലെ തന്നെ ഏകദേശം തോന്നി. ശബ്ദം വ്യത്യാസമുണ്ട് ഓഫ് കോഴ്സ്. കുട്ടിയല്ലേ? മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 6. അയ്യോടാ. 5 6 5 ചോദിച്ചപ്പോ 5-6 വയസ്സായെന്ന് പറഞ്ഞു. അന്ന് 5 ഒന്നാം ക്ലാസ് ആ അല്ലേ? ഓക്കെ. അപ്പൊ UKG. 6 വർഷം മുമ്പെന്ന് പറയുമ്പോ ഇപ്പൊ 2024 എന്ന് പറഞ്ഞാൽ 2018 മോള് ജനിച്ചത്. പാടിയത് 1963 ഒരു പാട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഓ, കാലത്തിന്റെ ഒരു പോക്കേ. എന്റെ പൊന്നുമോളെ ഒരു രക്ഷയില്ല കേട്ടോ. നീ അസാധ്യമായിട്ട് പാടി കേട്ടോ. കാരണം ആ ഇത് മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്ത് മൈലാഞ്ചി, ആ ചേഞ്ച് ഓവറൊക്കെ സത്യം പറഞ്ഞാൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ വളരെ ബുദ്ധിമുട്ടാണത് കണ്ടുപിടിച്ച് പാടാൻ. എനിക്ക് മോളെ ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് പ്ലീസ്. ആ കരളിയിലൊരായിരം അതൊന്ന് പാടിക്കുമ്പോൾ.
ആഹാ. അടുത്തത് മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്തിൽ മൈലാഞ്ചിയുള്ളതായി തോന്നുമോ? ആഹാ. എന്താ വരികളൊക്കെ സത്യം പറഞ്ഞ ഒരു നല്ല സദ്യ ഉണ്ട് പോലുണ്ട് മോളെ. ഉള്ളതായി തോന്നുമോ? അതെ. ഇതൊന്നും ഈ പൊടി പിള്ളേരൊന്നും അങ്ങനെ എടുത്തു വെച്ച് പാടാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എത്ര പൊടി സംഗതികളാണ് കുഞ്ഞ് പാടിയത്. ആ ദൈവതം പാപ്പ സഗകാരി ഇത് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് കേട്ടോ. മോളിപ്പോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 വയസ്സാകുമ്പോ എന്തായിരിക്കും? മോള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കേട്ടോ. നമുക്കൊരു വലിയ ഭാവി അങ്കിൾ കാണുന്നുണ്ടേ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവങ്ങളും മോളെ അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് പാടട്ടെ. ഗോഡ് ബ്ലെസ് യു. Thank you. കിങ്ങിണിക്കുട്ടി, എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നേ. കിങ്ങിണിക്കുട്ടി ബ്ലൂമന്തിങ് ഗബ്ലാഡ്ജികം. ബിന്യാൻഡിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പറയുന്ന ഒരു സ്വന്തം ഭാഷയാണിത്. എന്താന്ന്? എന്താ ഇപ്പൊ പറഞ്ഞു? ബ്ലൂമന്തിം ഭൂമന്തി ഗബ്ലാഡ്ജികം. ഗബ്ലാജികം. നല്ല ഗ്രാസ്പിംഗ് പവറുണ്ട്. അല്ലെങ്കിൽ ഈ പാട്ട് ഇത്രയും പഠിക്കാൻ പറ്റില്ല. ഈ ഗബ്ലാഞ്ചികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊച്ചു പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് രസമായിട്ടാ പാടിയത്. ഓ, ആ കുണുക്കുള്ള ഇതെല്ലാം ഒന്ന് നല്ല കുണുക്കി തന്നെ പാടി കൊളുത്തിട്ട് പിടിക്കുന്ന ചില സംഗതികളുണ്ട്. അതൊക്കെ എന്ത് രസമായിട്ട് അതേപോലെ ഒപ്പിയെടുത്ത് മക്കളൊരു എന്താ പറയണ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ, ബ്ലോട്ടിംഗ് ഇല്ലല്ലോ, അതെ. ബ്ലോട്ടിംഗ് പേപ്പറാണ്. അതിപ്പം മനസ്സിലായി ഞങ്ങൾക്ക് അല്ലേ. ഒരു പാട്ട് എത്ര നേരം കൊണ്ട് പഠിച്ചെടുക്കും? ഒരു ദിവസം അല്ലേ? ഒറ്റ ദിവസം, ചിലപ്പോ ഹാഫ് ഡേ ഒക്കെ അല്ലേ. പറഞ്ഞു കൊടുത്താൽ അതുപോലെ ഇങ്ങ് പാടുമല്ലേ. മെടുമിടിക്കുക കേട്ടോ. മെടുമിടിക്കുകയും ഇല്ലാക്കാരി നെല്ലും കുത്തും പതിരും തിന്നും എന്ന് പറയാ. ചക്കരക്കുട്ടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. Thank you. ചക്കര പിന്നെ എന്താ? അങ്ങനെയാണോ വിളി കേൾക്കുന്നത്? വേദി കുട്ടി അമ്മ വിളിക്കുമ്പോ ദൂരേന്ന് വിളിക്കുമ്പോ എങ്ങനെയാ? പിച്ച് കൂട്ടിക്കൊണ്ട് വരാ. വേദിക കുട്ടി എന്താ? പിന്നെ അതിന് എക്കോയും കൂടെ വരും. വേദി- എന്തോ എന്തോ എന്തോ. വേദി കുട്ടീനെ അമ്മ എന്താ വീട്ടിൽ വിളിക്കുന്നേ? പൊന്നൂസ്. പൊന്നൂസ്. പൊന്നൂസ് അല്ലേ? എന്നാ നമുക്കും പൊന്നൂസ് ഒന്ന് വിളിക്കാം അല്ലേ? ആ, നല്ല തുളച്ചു കയറുന്ന ശബ്ദം കേട്ടോ. മറ്റേ കരളീനോരായിരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇടിച്ച് തുളച്ച് കയറി നല്ല ബൈഹാട്ട് ചെയ്ത് നല്ല കാണാപ്പണം പഠിച്ചു. ഒരു പ്രശ്നമില്ല, ഒരു ടെൻഷനില്ല, നല്ല മിടി. ഇതുപോലെ എല്ലാരും പാടട്ടെ. പൊന്നൂസിനെ കണ്ട് എല്ലാരും പഠിക്കട്ടെ എന്നാ ഞാൻ പറയേണ്ടത്. നല്ല സൂപ്പറായിട്ട് പാടി കേട്ടോ. ഉമ്മ എനിക്കില്ലേ? എന്നാ പിന്നെ എനിക്കും കൂടി ഇങ്ങ് തന്നേരെ. പിടിച്ചു. ഞങ്ങക്ക് അതെ, സന്തോഷം. ഇപ്പൊ കിട്ടിയ എന്താന്നറിയോ? ഉമ്മ കിട്ടി. അതിന്റെ പേരെന്താന്നറിയോ? ആ. പൊന്നുമ്മ. പൊന്നമ്മ. തൊട്ടോട്ടെ. ഓടി വാ. തൊട്ടോ തൊട്ടോ. ഈ ഉടുപ്പ് എനിക്ക് തരൂ? ഡ്രസ് എവിടുന്നാന്നേ? തരത്തില്ലയോ? തരും. തരും. നല്ല മനസ്സുമാണ്. അതെ. എന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. അടുത്ത് ഇങ്ങനെ ടിവിയിലല്ലേ അടുത്ത് ടിവിയിലെ കണ്ടിട്ടുള്ളല്ലേ? ഫോണിലും കണ്ടിട്ടുണ്ട്, ടിവിയിലും കണ്ടിട്ടുണ്ട്. ഫോണില് ടി വി മാത്രമൊന്നുമല്ല. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൊന്നു പൂക്കുറ്റി. കണ്ടോ? 1 2 3 4 എണ്ണം. സന്തോഷമായോ? അടുത്ത പാട്ട് ഇതിനെക്കാട്ടി വെച്ച് കീറണം കേട്ടോ. അടിച്ച് പൊളിക്കണം. ഐ ലവ് യു. I love you too. മെടുക്കിയ. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5-ലെ കുറെ പെർഫോമൻസുകളൊക്കെ നമ്മൾ കണ്ടു, കോമ്പറ്റീഷന്റെ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ പെർഫോമൻസ് ആണ്, കാണാം. പൂവേ
പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിരകൾ മണ്ണിൽ പോയി മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി. ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. പൂവേ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവം നിൻ കാതിൽ പ്രണയ മനോരഥമേറ നിന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെണ്ടല്ല വെറുമൊരു മിണ്ടാ പെണ്ണല്ല പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാം പൊൻകിന പന്തലിൽ നിന്നിലേ നിന്നിലേ കവിതയായി മാറി ഞാൻ. നെഞ്ചും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം. ഓ ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ഇന്ദു കളങ്ക ചന്ദനമായി കരളിൽ പെയ്തു. അറബിക്കനവുകൾ വിടരുമ്പോൾ നീലക്കടലയിളകുമ്പോൾ കാനന മുരളിക കോമളരാഗ മന്ദം പാടി. ആരു നീ ലൈലയോ പ്രേമ സൗന്ദര്യമോ ആരു നീ മജ്നുവോ സ്നേഹ സൗഭാഗ്യമോ. നീയാണെന്നിനവിൽ പ്രിയരാഗ പുനർവാനം. ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി. ഓ ഓ ഓ
സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ. പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ? അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കൊടുക്കാൻ പുടവയുമാ അരികിലെത്തും പൊൻവെയിലേ. അവൾ കൊടുക്കാൻ പുടവയുമാ അരികിലെത്തും പൊൻവെയിലേ. അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ? അവളുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. താമസിക്കും ഗ്രാമം. താമസിക്കും ഗ്രാമം. അങ്ങനെ നമ്മുടെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എത്ര ചെറുതുങ്ങളാണ് വന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ട് വന്നത്, എന്തൊക്കെയാ കാണിക്കുന്നത്, നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നു എല്ലാ പ്രേക്ഷകരും നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ സന്തോഷമായി കാണും. കാരണം സീസൺ 5 തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറെ കൂടെ കൂടിയ ചിമിട്ടുകളെ നമുക്ക് കിട്ടി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണണം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.